കഴിഞ്ഞു പോയാൽ വണ്ടി സ്റ്റക്ക് ആവുമോ, അവർക്ക് കഴിയുന്ന പോലൊക്കെ എങ്ങനെ നമ്മൾ ഏത് പൈസ വാങ്ങാന്ന് അവർ ചിന്തിക്കും. സർവീസ് അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഈ മെസ്സേജ് സത്യം പറഞ്ഞ ഒരു പേടിപ്പിക്കുന്ന സാധനമാണ്. നമസ്കാരം. നമ്മുടെ പഞ്ചീവി 7000 കിലോമീറ്റർ കഴിഞ്ഞു. 7500 സർവീസ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. കാരണം അവർ കഴിഞ്ഞ പ്രാവശ്യം സർവീസിന് പോയപ്പോൾ അവർ ഒട്ടിച്ച് വെച്ച സ്റ്റിക്കറിലും പറഞ്ഞ 7500 കറക്റ്റ് 7500. പക്ഷേ 7000 കഴിഞ്ഞത് മുതൽ ടാറ്റ കൃത്യമായിട്ട് മെസ്സേജ് കാണിക്കൽ തുടങ്ങി. 7001 മുതൽ മെസ്സേജ് കാണിക്കൽ തുടങ്ങി. 7001 ആയപ്പോൾ 499 കിലോമീറ്ററിലാണ് ഇനി സർവീസ് ബാക്കിയുള്ളത്. ഡ്യൂ ആണ്, എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്യുക എന്ന മെസ്സേജ് ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. അത് ഇടക്കിടക്ക് കാണിക്കല്ല, ഫുൾ ടൈം. അവിടെ ഞാനത് കാണുന്നുണ്ട്, ഫുൾ ടൈം കാണിക്കുക. ഇങ്ങനെ ഒരു മെസ്സേജ് ഇതാ വന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ സർവീസ് കാലാവധി ഇനി ആകെ 459 കിലോമീറ്ററേ ഉള്ളൂ. അതിന് മുന്നേ സർവീസ് ചെയ്തില്ലെങ്കിൽ ആ സർവീസ് കാലാവധി നഷ്ടപ്പെടും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സർവീസിൻ്റെ അടയാളം 7000 കിലോമീറ്റർ കഴിഞ്ഞ് അന്ന് വന്നതാണ്. അതിങ്ങനെ കുറഞ്ഞപ്പോൾ 459 അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുങ്ങാനുള്ള സമയമാണ്. 7500 അപ്പോൾ 500 കിലോമീറ്ററേ ഉള്ളൂ. വേഗം സർവീസ് ചെയ്തോളൂ. പിന്നെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഞാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ സംശയം ചോദിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. ഈ 7500 കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 7500 സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു, 7500 സർവീസ് ചെയ്തില്ല, ഡ്യൂ കഴിഞ്ഞു പോയാൽ വണ്ടി സ്റ്റക്ക് ആവുമോ, അതോ വീണ്ടും മെസ്സേജ് മാറി വേറെ മെസ്സേജ് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ അത്ര പരീക്ഷിക്കാൻ തയ്യാറല്ല, കാരണം അത് റിസ്ക്കാണ്. ഞാനപ്പോൾ ഇന്ന് സർവീസിന് പോവാണ്. ഇപ്പോൾ 1000 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർവീസിന് പോവാണ്. സർവീസ് ഇന്നലെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടക്കൽ ലെക്സോണിൽ സർവീസിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സർവീസിന് പോവാണ്. അപ്പോൾ ഈ സർവീസിന് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളെന്ന് വെച്ചാൽ, കഴിഞ്ഞ സർവീസ് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇത് ഫ്രീ സർവീസാണ്. നമുക്ക് സെക്കൻഡ് സർവീസും ഫ്രീ സർവീസാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ സർവീസിൻ്റെ കാര്യത്തിൽ മാത്രം 100% എല്ലാ കമ്പനികളും അവർ കറക്റ്റൊന്നുമല്ല. അവർക്ക് കഴിയുന്ന പോലൊക്കെ എങ്ങനെ നമ്മൾ ഏത് പൈസ വാങ്ങാമെന്ന് അവർ ചിന്തിക്കും. അത് സംശയം വേണ്ട. അത് എല്ലാ കമ്പനികളും ഏത് വണ്ടിയും, ടാറ്റ എന്നല്ല ഏത് വണ്ടിയുടെ സർവീസിന് വന്നാലും നമ്മളെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ വണ്ടിക്ക് പണിയെടുത്തിട്ടായാൽ പോലും എങ്ങനെയെല്ലാം നമുക്ക് ബില്ല് തരാമെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം. എന്താണ്? സർവീസിന് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താണ്? ആവശ്യമായ പണികളൊക്കെ എടുക്കണം. അത്ര അത്യാവശ്യമല്ലാതെ ഒരു പറയുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഒന്ന്. രണ്ടാമത്, ഫ്രീ സർവീസ് ആണെങ്കിൽ ഫ്രീ സർവീസ് അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടണം. ചിലപ്പോൾ അവർ ചെറിയ ബില്ലൊക്കെ ഉണ്ടാവാം, ഓയിൽ ബില്ലോ മറ്റു ബില്ലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടാവാം. ശരിക്കും ഫ്രീ സർവീസർ ഒന്നും കൊടുക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒക്കെ ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് പറയുമ്പോൾ പോയാൽ അറിയുള്ളൂ എന്തൊക്കെയാണ് പൈസ വാങ്ങുന്നത്. പക്ഷേ ഞാൻ ആദ്യം മനസ്സിൽ തീരുമാനിച്ച കാര്യം എന്ന് വെച്ചാൽ, സർവീസ് ഫ്രീ ആയിട്ട് ചെയ്തു തരണം. അതിനൊരു ആ പൈസ ഈ പൈസ പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് എൻ്റെ നയം. അപ്പോൾ അതുകൊണ്ട് സർവീസിൽ പോവാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് നമുക്ക് ടാറ്റ മെസ്സേജ് തരുന്നുണ്ട്. ഈ മെസ്സേജ് സത്യം പറഞ്ഞാൽ ഒരു പേടിപ്പിക്കുന്ന സാധനമാണ്. കാരണം ഇനി ആകെ 300 കിലോമീറ്റർ ഓടിയ സർവീസ്, ഇനി 200 സർവീസിന് ബാക്കിയുള്ളൂ, ഇനി 100 ബാക്കിയുള്ളൂ, ഇനി 50 ബാക്കിയുള്ളൂ എന്നിങ്ങനെ മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഈ സർവീസിന് അങ്ങോട്ട് പോവാൻ നമ്മളിങ്ങനെ സമ്മർദ്ദം തരികയാണ്. എന്നാൽ എൻ്റെ ഇന്നോവ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാഗണാർ ആയിക്കോട്ടെ, അതിനിങ്ങനെ നിരന്തരം കോളുകൾ വരെ ചെയ്യാം. കോൾ സെൻറ്ററിൽ തന്നെ വിളിക്കും. സാറൊരു വാഗണാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ, അത് ഇത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്, ഇനി എത്ര ഓടാനുണ്ട്, അത് സർവീസിൻ്റെ ഡേറ്റ് ചെയ്തതാണ്, ഇനി ചെയ്യണമെന്ന് പറഞ്ഞ് നിരന്തരം വിളിക്കുകയാണ്. വിളിയോട് വിളി. ആ സർവീസ് ചെയ്ത് കിട്ടോളം ഒരു സ്വൈരം ഉണ്ടാവില്ല. ടയോട്ട പിന്നെ അത്ര വിളി വരുന്നില്ല, ഇടയ്ക്കൊരു വിളിയോ അല്ലെങ്കിൽ മെസ്സേജ് ഉണ്ടാവുള്ളൂ. ആരും നിരന്തരം വിളിക്കും. നമ്മൾ സർവീസ് ചെയ്ത് കഴിയോളം നമുക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഇവർക്ക് ഒരു സൗകര്യം ഇപ്പം കണ്ടപ്പോൾ അതാണ്. ഈ മറ്റു പുതിയ വണ്ടിയുള്ള അവസ്ഥ എന്താ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൽ ടാറ്റയിൽ പഞ്ചിൽ കണ്ടൊരു കാര്യം പറയണത്. അപ്പോൾ ഇവർ നമ്മളെ പേടിപ്പിച്ച് സർവീസിന് കൊണ്ടുപോവുകയാണ്. സർവീസിനായിട്ടോ വിളിക്കല്ലോ, കോൾ ചെയ്താ ഞാൻ വരാം ആയിട്ടില്ല നുണയൊക്കെ പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ പോകാതിരിക്കാം. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പിന്നെ വേണമെങ്കിൽ പോവാം, ഒക്കെ ഓക്കെയാണ്. വേണമെങ്കിൽ സർവീസ് ചെയ്യാതെ പിന്നെ കിലോമീറ്റർ ഓടാനും പറ്റും. അതിലൊന്നും തടസ്സമൊന്നും വരുന്നില്ല. കംപ്ലൈൻറ്റ് ഒന്നുമില്ല മാത്രമേ ഉള്ളൂ. സർവീസ് ചെയ്തതിന് വണ്ടി വഴി നിൽക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ EV വണ്ടികൾക്ക് അങ്ങനെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് മുന്നേ സ്കൂട്ടറിൻ്റെ ഒരാൾ പറഞ്ഞിരുന്നു, നമ്മൾ EV വണ്ടി സർവീസിൻ്റെ ഈ മെസ്സേജ് വന്ന കാണിച്ചില്ലെങ്കിൽ അവരെ സ്റ്റക്ക് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ കാറിൻ്റെ അവസ്ഥ എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, എന്താണ് ഈ സർവീസ്. ഞാൻ ഇപ്പോൾ ഏതായാലും പോവാണ്. 7500 സർവീസ് ലാസ്റ്റ് കിലോമീറ്റർ പറയുന്നത്. അതിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവുക എന്നും കൂടെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റയുടെ മെസ്സേജിനെ പേടിച്ച്, അപ്പം നമ്മൾ വണ്ടി കംപ്ലൈൻറ്റ് വരണ്ടല്ലോ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ സർവീസിന് പോവാണ്.
ബാക്കി കാര്യങ്ങൾ ഇന്ന് സർവീസ് ചെയ്ത് കിട്ടിയിട്ട് പറയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴേ പറഞ്ഞതാണ് എനിക്ക് വണ്ടി ഇന്ന് കിട്ടണം. കാരണം ടാറ്റ സർവീസിനിട്ട വണ്ടി കിട്ടില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് സർവീസ് ഇന്ന് വണ്ടി കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ മാക്സിമം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കാര്യമായിട്ട് വർക്കൊന്നുമില്ലല്ലോ, വളരെ ചില്ലറ വർക്കുകളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത്. ഞാൻ കോട്ടയ്ക്ക് ലെക്സോൺ ടാറ്റയിലാണ് വണ്ടി സർവീസിന് കൊടുക്കുന്നത്. ബാക്കി ഇനി സർവീസ് കഴിഞ്ഞതിന് ശേഷം, ബില്ലൊക്കെ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിയും കൂടെ ചേർത്തിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഓക്കെ. നമ്മുടെ സർവീസ് കഴിഞ്ഞ് വണ്ടി കിട്ടി. ഒരു 3:30-4 മണിയായപ്പോഴേക്ക് സർവീസ് കഴിഞ്ഞ് കിട്ടി. ഞാൻ പിന്നെ പ്രതീക്ഷിക്കാത്തതാണ്. കാരണം വെച്ചാൽ രാവിലെ സർവീസിന് കൊടുത്തിട്ട് ഒരു 3:30 ആകുമ്പോഴേക്ക് അന്ന് തന്നെ സർവീസ് കഴിഞ്ഞ് കിട്ടുക പറയുന്നത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ വർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ സർവീസിൽ ചെയ്തതെന്ന് വെച്ചാൽ, ഗിയർ ഓയിൽ റീഫിൽ ചെയ്തു. കുറച്ച് പിന്നെ ഗിയർ ഓയിൽ റീഫിൽ ചെയ്തു. അതിന് ചിലവായ പൈസ 1266 പിന്നെ വിൻഷീൽഡിൽ അത് മാറ്റി, അതോടെ 1266 രൂപയാണ് എനിക്ക് ഈ സർവീസിനായിട്ടുള്ളത്. സത്യത്തിൽ 0 ആവേണ്ടതാണ്, ഫ്രീ സർവീസ് അല്ലേ. പക്ഷേ ഈ ഇതിൻ്റെ ഉപയോഗിച്ച മെറ്റീരിയൽസിൻ്റെ പൈസ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവർ വേറെ 1-2 വർക്ക് ചെയ്തിരുന്നു, ബാറ്ററി ക്ലീനിങ്ങും അതുപോലെ കുറച്ച് കാര്യമൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ സർവീസിൽ ഭാഗമായതുകൊണ്ട് തന്നെ അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റാണ്, ചിലവ് വന്നിട്ടില്ല. അപ്പോൾ ടാറ്റയുടെ പഞ്ച് EV ന്യൂ ഫേസ് ലിഫ്റ്റിൻ്റെ സെക്കൻഡ് സർവീസ് 7000-ൻ്റെ സെക്കൻഡ് സർവീസിൻ്റെ ചിലവ് എന്ന് പറയുന്നത് 1266 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പഞ്ച് EVക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ സർവീസിന് പോകുമ്പോൾ ബില്ല് തരുമ്പോൾ ശരിക്കും വായിച്ച് നോക്കണം. കാരണം ഫ്രീ സർവീസ് ആണെങ്കിൽ, ഈ സെക്കൻഡ് സർവീസ് ഫ്രീ സർവീസാണ്, നമ്മൾ വെറുതെ കാര്യമില്ലാത്ത പൈസ നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സർവീസുകൾ വർക്കുകളൊക്കെ അവർ ചെയ്തു തരണം. അതിന് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ പൈസ കൊടുക്കണം. അപ്പോൾ ഒരു കണ്ടീഷൻ എനിക്ക് മനസ്സിലായത് അതാണ്. ടാറ്റ പഞ്ച് EVയുടെ സെക്കൻഡ് സർവീസ് 7000-ൻ്റെ സർവീസിൽ ചെന്ന ചിലവാണ് ഈ 1266 രൂപ. അപ്പോൾ അതിന് കൂടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, എന്നോട് അവിടുത്തെ സർവീസിലെ മാനേജർ സംസാരിച്ചത്, ഞാൻ അവരോട് ഈ വിഷയം സംസാരിച്ചിരുന്നു. ഈ പഞ്ചിൻ്റെ ടാറ്റയുടെ സർവീസ് ഡിലേ വരുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. കുറച്ചൊക്കെ എനിക്ക് ബോധ്യമാണ്, എന്നാൽ പലതും ബോധ്യമല്ല. എങ്കിലും ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ എനിക്ക് അനുഭവം എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വർക്ക് കൂടുതൽ വരുമ്പോൾ കിട്ടുമെന്ന് പറയാൻ വയ്യ. ഇത് വർക്ക് കൂടുതലില്ലാത്തതുകൊണ്ട് കിട്ടിയതായിരിക്കാം, വാഷിംഗ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ശരിക്ക് 7500 നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പുറത്തെ നമ്മൾ 4000 ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ കമ്പനി പറഞ്ഞത് 7500 നിർബന്ധമായി വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. ഇടയ്ക്ക് ഒന്നിടവിട്ടെങ്കിലും നിങ്ങൾ കമ്പനിയിൽ തന്നെ വീൽ അലൈൻമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്നോട് ആ സ്റ്റാഫ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് മുമ്പ് അതിന് കൃത്യമായി അതിൻ്റെ റീസൺ എന്നെ ബോധ്യപ്പെടുത്തി. കാരണം വെച്ചാൽ, നമ്മൾ വണ്ടിയുടെ പിന്നെ വാറണ്ടി എടുത്തിട്ടുണ്ട്. വാറണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, അത് ടയറിനെ ബാധിക്കുന്ന ഇഷ്യൂ ആണെങ്കിൽ, ടയറിൻ്റെ ഡാമേജ് കൊണ്ടോ ടയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപകടമാണ് സംഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആണ് വരുന്നതെങ്കിൽ, കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ വണ്ടി നമ്മൾ എല്ലാ പ്രാവശ്യവും പുറത്തുനിന്നാണ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, അവരുടെ കണ്ടെത്തൽ എന്താണ്? ഈ വണ്ടി ഇതുവരെ അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വണ്ടിയുടെ സർവീസ് റെക്കോർഡിൽ ഒരു സ്ഥലത്ത് പോലും വീൽ അലൈൻമെൻറ്റ് കാണിക്കുന്നില്ല. അതൊരു പ്രശ്നം എനിക്ക് തോന്നി കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മൾ കൃത്യമായി 4000 നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സർവീസ് രേഖയിൽ, പ്രത്യേകിച്ച് വാറണ്ടിയൊക്കെ നോക്കുമ്പോൾ സർവീസ് രേഖകൾ ചെക്ക് ചെയ്യും. സർവീസ് രേഖയിൽ എവിടെയും ഈ അലൈൻമെൻറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം കൃത്യമായിട്ട് ഒരു 10,000-15,000 കിലോമീറ്റർ വീൽ അലൈൻമെൻറ്റ് ചെയ്യാതെ ഒരു വണ്ടി ഓടിയാൽ സ്വാഭാവികമായിട്ടും അപകടം സംഭവിക്കാം, പ്രശ്നങ്ങൾ സംഭവിക്കാം, ടയർ ചെത്തിപ്പോവാം, അതുമായി ബന്ധപ്പെട്ട മറ്റ് പല കംപ്ലൈൻറ്റും വരാം. അതിനൊന്നും ഒരു പക്ഷേ കമ്പനി എന്താവില്ല, ഉത്തരവാദി ആവില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് അയാൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ
ഒന്നിടവിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അലൈൻമെൻറ്റ് കമ്പനിയിൽ നിന്ന് ചെയ്യണം. കമ്പനി അലൈൻമെൻറ്റിന് 1000 രൂപയോളം വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പുറത്ത് നമുക്ക് 400-500 ചെയ്യാവുന്ന ഒരു അലൈൻമെൻറ്റ് കമ്പനി ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ വീൽ അലൈൻമെൻറ്റും ബാലൻസിംഗ് ഒക്കെ പാടെ കഴിയുമ്പോഴേക്ക് 1000 രൂപയോളം വരുന്നു തോന്നുന്നുണ്ട്. എങ്കിലും നമ്മളൊരു പ്രാവശ്യമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഒന്നിടവിട്ടെങ്കിലും നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ അലൈൻമെൻറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതേപോലെ തന്നെ സർവീസിന് നമ്മൾ കൃത്യമായിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം പറയണം, എനിക്ക് വണ്ടി ഇന്ന് കിട്ടണം എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി സർവീസിന് കൊടുത്താൽ നമുക്ക് അന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഏറിപ്പോയാൽ ഒരു ദിവസം അപ്പുറമൊക്കെ പോകാതെ നമുക്ക് വണ്ടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ രീതിയിലാണ് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ ലെക്സോൺ ടാറ്റിൽ നിന്നാണ് ഞാൻ ഈ സെക്കൻഡ് സർവീസ് ചെയ്തത്. എനിക്ക് 1266 രൂപയാണ് സർവീസിനായത്. ഇനി ഈ അലൈൻമെൻറ്റ് ഞാൻ അവിടെ ചെയ്തിട്ടില്ല. ഞാൻ അലൈൻമെൻറ്റ് പുറത്ത് തന്നെ ചെയ്യിക്കുന്നത്, ബാബാസ് എന്നാണ് അലൈൻമെൻറ്റ് ചെയ്യുന്നത്. അടുത്ത അലൈൻമെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത സർവീസിൽ 15000 സർവീസിൽ ഞാൻ അലൈൻമെൻറ്റ് പിന്നെ സർവീസ് സെൻറ്ററിൽ തന്നെ ചെയ്യിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഞ്ച് EV ഫേസ് ലിഫ്റ്റ് 40യുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. വണ്ടി ഏകദേശം 7000 മുകളിൽ ഓടി. ഇതുവരെ കാര്യമായ പരാതികളില്ല. പക്ഷേ ഫേസ് ലിഫ്റ്റ് എടുത്ത ചില ആളുകൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാവുന്ന, വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന മൈന്യൂട്ടായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. സത്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് എന്താണെന്ന് ഞാനൊന്നും കൂടെ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാം. എന്തായാലും അതൊന്നും അവരുടെ വണ്ടിയെ കാര്യമായി ബാധിച്ച പ്രശ്നങ്ങളൊന്നുമല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെട്ട് പോകുന്നുണ്ട്. കാര്യമായ പ്രശ്നം ഉണ്ടാക്കാതെ തന്നെ പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിവ്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വെച്ചാൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രയാസം എന്തായാലും ഉണ്ടാവും, സംശയമില്ല. അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. 7000 കിലോമീറ്റർ സർവീസ്, 7500 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞു. ഇനി അടുത്ത പിന്നെ മെസ്സേജ് വരുന്നത് 15000-നുള്ളിലാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 14500 കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജ് ചെയ്തോളൂ പറഞ്ഞിട്ട് മെസ്സേജ് എഴുതി കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.